2 വർഷത്തിലധികമായി അഭിരാമി അനുഭവിക്കുന്ന വേദനയ്ക്കും ബുദ്ധിമുട്ടുകൾക്കും ശാശ്വത പരിഹാരമേകി വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജ്. വായ തുറക്കാനും അടയ്ക്കാനും ഉള്ള ബുദ്ധിമുട്ട് ഇനി എന്തായാലും ഈ 22-കാരിക്കുണ്ടാകില്ല. മകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആനക്കര പഞ്ചായത്തിലെ കുമ്പിടി നെയ്യൂർ സ്വദേശിയായ അച്ഛൻ ശശിധരൻ വിശദീകരിക്കുന്നു. പഠിക്കുമ്പോഴാണ് വേദനയൊക്കെ ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ ഇത് ഇടയ്ക്ക് ഇതേമാതിരി വായ തുറന്നാൽ പിന്നെ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാവുക, വീക്കം വരിക, രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ പിന്നെ വീക്കം വരിക. ഈ ഒരുപാട് കൂടുതലായിട്ട് വലത്ത് ഭാഗത്തായിരുന്നു, അങ്ങനെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലൊരു 2-2.5 വർഷത്തോളം ചികിത്സ ഉണ്ടായി. ഇതുകൊണ്ടൊരു മതിയായൊരു ഫലം കണ്ടില്ല. അപ്പോൾ ചെയ്തിട്ടിപ്പോൾ ഒരു ഫലം കാണാണ്ട് വലിയൊരു പ്രശ്നം കാണാനില്ല. ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ പി കെ ദാസ് മെഡിക്കൽ കോളേജിലെ ഡെന്റൽ വിഭാഗം മേധാവി ഡോക്ടർ സുജീവ്, കീഴ്ത്താടിയും മോൾത്താടിയും തമ്മിലുള്ള ജോയിന്റ് TMJ എന്ന് പറയും. TMJയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, TMJയുടെ പെയിൻ നമുക്ക് പലർക്കും അറിയാത്ത ഒരു സംഭവമാണ്. ആൾക്കാർ വാ തുറക്കുമ്പോൾ ശബ്ദം ഉണ്ടാവുക, വാ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വേദന സംഭവിക്കുക, പിന്നെ അസഹ്യമായ തലവേദന, കൺപോളകളിലോട്ടുള്ള വേദന, ചെവിയുടെ ഉള്ളിലോട്ടുള്ള വേദന, ഇതെല്ലാം അതിലെ ഒരു കാരണം TMJ കൂടിയാണ് എന്നാണ്. നമ്മൾ ഈ അതിനൂതനമായ ആർത്രോസ്കോപ്പി, TMJ ആർത്രോസ്കോപ്പി എന്നുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ അവരെ വിശദീകരിച്ചു കൊടുക്കുകയും അവർ അതിന് പൂർണ്ണസന്നദ്ധരാവുകയും ചെയ്യുകയായി. ആ 2 ജോയിന്റിലും ഇടതുവശത്തും വലതുവശത്തുമായിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 2 സ്ഥലത്തും നമ്മൾ ആർത്രോസ്കോപ്പി ചെയ്യുകയും ഇപ്പോൾ സർജറി കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ കുട്ടിയിൽ കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് ഈ ശസ്ത്രക്രിയ നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും അത് നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഇപ്പോൾ പി കെ ദാസിൽ മാത്രമാണ് തുടങ്ങിയിട്ടുള്ളതെന്നും ഞാനത് പറയാനാണ്. ഭോപ്പാലിൽ പഠിക്കുകയാണ് അഭിരാമി. അവിടെ വെച്ച് പലപ്പോഴും വായ അടച്ചു വെക്കാനാവാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ കുറേ ദൂരമാണ്. അപ്പം പോയി വരാൻ ആ വായ ഇങ്ങനെ തുറന്നുകൊണ്ട് തന്നെയാണ് കുറേ ദൂരമുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടികളൊപ്പം പോയിട്ട് ശരിയാക്കിയിട്ട് ഇപ്പോൾ വലിയ ആശ്വാസമുണ്ടെന്ന് അഭിരാമി. കൂടിയതിൻ്റെ വേദനയല്ലോ, വേറെ പ്രശ്നമില്ല. പിന്നെ വായ മൂവ്മെൻറ്റിന് ചെറിയ ഇത് പിന്നെ സോഫ്റ്റ് ഫുഡൊക്കെ കഴിച്ച് മാറുന്നതാണ്. ഒരു രോഗിയുടെ കൂടി വേദനയ്ക്കും കണ്ണീരിനും പരിഹാരം നൽകാനായതിന്റെ സന്തോഷത്തിലാണ് മധ്യ കേരളത്തിലെ ജനങ്ങളുടെ ആശാകേന്ദ്രമായ പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്.